വേണ്ടി പണിമുടക്ക് ആയിട്ട് കിടക്കാതെ ഇനി അങ്ങോട്ട് വഴി റോഡ് ഉണ്ടോ സ്ഥലം ഉണ്ടല്ലോ അതിൽ തന്നെ പകുതി കണ്ണുള്ളൂ മുമ്പോട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പുറത്ത് കാണാൻ കണ്ണാടിക്കലേ പുറയിലേക്കാണ് വണ്ടി റൂട്ടിന് ഒരുപാട് നീങ്ങിയ വണ്ടി പോകണം എന്തെല്ലാം അനുഭവങ്ങൾ ശരീരേ ഇങ്ങനത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഈ നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ യാത്രാ വിവരണങ്ങൾ വായിക്കാറില്ലേ അതിനകത്ത് പക്ഷേ ഇതും ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്ത ലഡാക്കിന് പോയപ്പോ ലഡാക്കിന് പോയപ്പോ റോഡില്ലായിരുന്നു ഇവിടെ റോഡുണ്ട് പക്ഷെ മണ്ണിടിച്ചിലുണ്ടെന്നുള്ള മനസ്സിലായി ആ ഒരു ഭീകരതയുണ്ട് അപ്പോൾ ഞാനാണ് ബോബി, നേപ്പാളിൽ നിന്നും. അപ്പോൾ ഇത് 2 ക്യാമറയായിട്ട് എൻ്റെ ചുറ്റും നിൽക്കണേ. അപ്പോൾ നമ്മുടെ പോളിയേട്ടൻ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ പോളിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ തൊട്ടടുത്ത് വീടുള്ള വീട്ടുപേരനെ പൈനാടത്ത് നമ്മുടെ പോളിയേട്ടൻ സ്വന്തം വാഹനം ഓടിച്ച് 72 വയസ്സായിട്ടും യാത്രയുടെ ലഹരി സിരകളിൽ ആവാഹിച്ചുകൊണ്ട് സഹപ്രവർത്തകരോടും സഹധർമ്മിണിയോടും ഒപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നേപ്പാളിലെത്തി. ഒരു 2 ആഴ്ച മുമ്പ് ഞാനുമായിട്ട് എൻ്റെ യൂട്യൂബിലെ നമ്പർ കണ്ട് എന്നോട് വിളിച്ച് ചോദിച്ച് ഞാനിങ്ങോട്ട് വരാൻ പറഞ്ഞു. അവർ ധൈര്യമായിട്ട് വന്നു. അപ്പോൾ 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചിത്വാൻ നാഷണൽ പാർക്കിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ വീട്ടിൽ വന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കേരള ഫുഡ് കഴിക്കണം, നമ്മുടെ അടുത്ത് വരണം. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഹോംലി ഫീലിംഗ് ആയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഓർ ഐ കനോട്ട് expect or I cannot explain what is their feeling. They have to be honest, they have to explain by themselves. അപ്പോൾ ഞാൻ നേപ്പാളിൽ നിന്ന് ബോബി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ വീട്ടിൽ ഒരുപാട് മലയാളികൾ വന്നു പോകുന്നുണ്ട്. വിദേശ രാജ്യമായ നേപ്പാളിലേക്കാണ് നമുക്ക് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാവുന്ന ഒരു സ്ഥലം, രാജ്യം. അപ്പോൾ നമ്മുടെ സഹധർമ്മിണികൾ, പോളിയേട്ടൻ്റെ സഹധർമ്മിണിയുണ്ട്. ഇത് നമ്മുടെ ഷഹീർ ഏട്ടനുണ്ട്. പിന്നെ നമ്മുടെ അവർ ബിലൗഡ് ജോസഫ് സാർ ഈസ് ഓൾസോ ഹിയർ. ഈവൻ ദോ ഹി ഈസ് ഫ്രം ഡാർജിലിംഗ്, he cannot speak or he cannot learn Malayalam, but in future I am sure that he will learn Malayalam. അപ്പോൾ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പോളിയേട്ടൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. പോളിയേട്ടൻ്റെ ചാനലിൽ വരണേ പോൾ ആൻഡ് സജി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് യൂട്യൂബർമാർ വന്നു പോയതാണ്. ഒരുപാട് സെലിബ്രിറ്റികൾ വിളിച്ചിട്ടുണ്ട്. ഇനിയും അവർക്ക് ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്.
അപ്പോൾ അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പക്ഷേ എനിക്കൊരു സെലിബ്രിറ്റി ആവണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അവരിവിടെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ഈ ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റൊക്കെ വലുതാക്കി കാണിക്കണമെന്ന് എനിക്ക് യാതൊരുവിധ ആഗ്രഹവുമില്ല. ഇവിടെ നേപ്പാളിൽ വരുന്നവർ എന്നെ വിളിച്ചാൽ മാത്രം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു തരും. അല്ലാതെ നിങ്ങൾ വരണം, ഞാൻ പാക്കേജ് ചെയ്ത് തരാം, ഞാൻ ടൂർ ആൻഡ് ട്രാവൽസ് നടത്തുന്ന ആൾ, അങ്ങനെയൊന്നും പറയാൻ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ എനിക്ക് ഇനി ഭാവിയിൽ ചെയ്യാനും എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ ഫോറിനേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാരുമായിട്ട് ഒത്തിരി ഇടപെട്ടുള്ള പ്രൊജക്റ്റ് ചെയ്യുന്ന ആളാണ്. എനിക്ക് സമയമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മലയാളികൾ വരുമ്പോൾ, മലയാളികളെ കാണുമ്പോൾ, മലയാളികൾ നമ്മുടെ ഈ രാജ്യത്ത് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടാവും. അവരോടൊപ്പം ഇതേപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റിയ അതൊരു അനുഭൂതിയാണ്. കാരണം ഞാനൊരു 15 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ ഞാൻ അനുഭവിച്ച ആ വേദനകൾ, ദുഃഖങ്ങൾ, കഷ്ടപ്പാടുകൾ, ഞാൻ കടന്നു വന്ന വഴികളൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇനി വരുന്നവർക്ക് ഈസി ആവട്ടെ കാര്യങ്ങൾ. കാരണം ഏതൊരു പ്രസ്ഥാനത്തിനും തുടക്കത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവർ കഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ കാര്യങ്ങൾ എളുപ്പമാവും. ഞാൻ കഷ്ടപ്പെട്ട പോലെ മറ്റുള്ളവരും കഷ്ടപ്പെടണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് നേപ്പാളിലേക്കൊക്കെ വരുന്നവർക്ക് ഈസി ആയിട്ട് വരിക. എൻ്റെ ഈ വീട് ദൈവാനുഗ്രഹത്താൽ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ, മലയാളികൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. അപ്പം പോൾ ആൻഡ് സജി എന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ പോളിയേട്ടൻ എന്നോട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചാനലുണ്ട്. എൻ്റെ ചാനൽ സാധാ ചാനൽ, എൻ്റെ വീഡിയോ ഓർമ്മ വയ്ക്കാനുണ്ട്. ഞാൻ ആരോട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ പറയില്ല. പോളിയേട്ടൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കാണുക. അപ്പോൾ പോളിയേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. എനിക്കിങ്ങനെ പരിചയമൊന്നുമില്ല കേട്ടോ. വലിയ യൂട്യൂബിൻ്റെ മുമ്പിൽ ഒരുപാട് പേര് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ശരിക്കും ആ പ്രൊഫഷണലായിട്ടൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ ജോസഫ് സാർ ഈസ് ഓൾസോ ഹിയർ. നമ്മുടെ വീടിനെ വിളിച്ച് പോൾ ആൻഡ് സജി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ജോസഫ് സാർ ഓൾസോ. Namaste, good evening to everyone. I have no more to speak because Bobby sir has already explained everything about our group or our friends. One thing I would like to just remind everyone that our Paul sir, who drive his car Tata Harrier from all the way from Kerala up to Nepal, he is 72 years old. Even though he is perfect in driving, and one thing it had taught me that my father expired at the same age, 72, when I was 51 years old only, 9 years old. Age is a number. And he is just like my father only. Okay, I regard him as my father, and I am happy to have all of our 4 friends, Mr. Lee Paul sir, and I don't know his name, ma'am. Yes, and ma'am are there. So they are with us for the last 2 days, and they have prepared so many things, Kerala dishes, which we enjoyed a lot, and I think they have also have a feeling of homely feeling. I think I asked ma'am also. Now she also said that we are really have a homely feeling, and from tomorrow again we will have to depend on hotel food. So നേപ്പാളിൽ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക, ഇതേപോലൊരു വീടുണ്ട്. ഞാൻ മാത്യു, ബോബിയുടെ ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾ അടുത്ത നാട്ടുകാരാണ്. നേപ്പാൾ കാണാനും എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കുറച്ച് ദിവസം കൂടുതലെടുത്ത്, ഒരു 10-30 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ട്. എങ്ങും നേപ്പാളിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കണ്ടിട്ടില്ല. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന പല ആളുകളെയും പരിചയപ്പെട്ട കൂട്ടത്തിൽ ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ് നമ്മുടെ പോളേട്ടൻ. ഇദ്ദേഹം 73 വയസ്സുണ്ട്, ഒരു ചെറിയ മനുഷ്യനാണ്. സ്വന്തം വണ്ടി ഓടിച്ചിവിടെ വന്ന പല ആൾക്കാരുണ്ടെങ്കിലും ഇദ്ദേഹം ഇതിനോടകം ഓൾ ഇന്ത്യ ട്രിപ്പ് 1-2 ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്തെങ്കിലും ഇത്തവണ അദ്ദേഹം ഒരു മാസത്തെ ഷെഡ്യൂളിൽ നേപ്പാൾ ഉൾപ്പെടെ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. കൃത്യമായ ഷെഡ്യൂളിലും ടൈമിങ്ങും ഒക്കെ ആയിട്ട് ഫാമിലി ആയിട്ടാണ്. അത് മറ്റൊരു ഫാമിലി ഫ്രണ്ടും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുണ്ട്. കൃത്യമായ രീതിയിൽ ചാർട്ട് ചെയ്ത് പ്ലാൻ ചെയ്തു. ഒരു പക്ഷേ നമ്മൾ ഈ മനോരമയുടെയൊക്കെ മാഗസിൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, യാത്രാ വിവരണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ഇൻഫീൽ. അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതിൽ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിൻ്റെയും ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ. അത് ചെറിയ കാര്യമൊന്നുമില്ല. 73 വയസ്സുള്ളൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലൊരു 10-60 വയസ്സായ സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞാൽ ഒരു മൂലയിൽ ഒതുങ്ങി യാത്ര പോലും ചെയ്യാത്ത ആളുകൾ ഇത് കാണണം. ഒറ്റയ്ക്ക് സ്വന്തം അദ്ദേഹത്തിൻ്റെ വാഹനം ടാറ്റ ഹാരിയർ
ഇതിനോടകം 2 ട്രിപ്പ് പുള്ളി ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്താണ് ആ വണ്ടി ഉപയോഗിച്ച് വീണ്ടും ഏകദേശം ഒരു 10,000 കിലോമീറ്റർ ഇന്ത്യയുടെ ഒരു ഭാഗത്തൂടെ വന്നു, വാഗ അതിർത്തി ചെന്നു. അതിന് ശേഷമാണ് നേപ്പാളും കവർ ചെയ്ത് ഇനി ഡാർജിലിംഗ് കൂടി, വെസ്റ്റ് ബംഗാൾ ഡാർജിലിംഗും സിക്കിമും എല്ലാം കവർ ചെയ്താണ് നാട്ടിൽ ചെല്ലുന്നത്. ഏകദേശം ഒരു 10,000 കിലോമീറ്റർ അടുത്ത് യാത്രയുണ്ട്. ഇദ്ദേഹം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, തനിച്ച്, ഡേയും നൈറ്റും. ഒറ്റ സ്ട്രെച്ചിൽ 1000-1200 കിലോമീറ്റർ വരെ ചില ദിവസങ്ങളിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ചെറിയ കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒരു പ്രായമായ റിട്ടയർമെൻറ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഇത് കാണണം. ഇത് നമ്മൾ നമുക്കൊക്കെ ഇന്ന് പുതിയ തലമുറയുള്ള കുട്ടികളൊക്കെ ഒരുവിധമൊക്കെ എല്ലാവരും സെറ്റിലാണ്. പാരാത്തൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറഞ്ഞാൽ തന്നെ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ പറ്റും. ഒരു 70% നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ ഒഴിവായി കിട്ടും. അതിങ്ങനെയുള്ള യാത്രകൾക്ക് ഇദ്ദേഹം ഒരു മാതൃകയാണ്. ഇതൊക്കെ ഇദ്ദേഹത്തെ ഒരു മോഡലായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ഒരുപാട് പേരിവിടെ വന്നുപോയി. 10-65 വയസ്സുള്ള ഒരു സണ്ണിച്ചേട്ടൻ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഭാര്യയും കൂട്ടിയതുപോലെ നേപ്പാൾ കവർ ചെയ്തു പോയി. പക്ഷെ അദ്ദേഹത്തെക്കാൾ സീനിയറാണ് ഇദ്ദേഹം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെ നമുക്കൊരു പുതിയ റിഫ്രഷ്മെന്റ് അല്ലെങ്കിൽ പുതിയ അറിവുകളാണ്, നമുക്കൊരു ഉന്മേഷം കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് പോളേട്ടന് ഇദ്ദേഹം ഒരു ചെറിയ മനുഷ്യനാണ്, 60 കിലോ വെയിറ്റേ ഉള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതിൻ്റെ ഇദ്ദേഹത്തിന് ഇന്ന് ഒരു ദിവസം തുടർച്ചയായിട്ട് യാത്ര ചെയ്ത് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി രാവിലെ പുള്ളി വീണ്ടും ഫ്രഷാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഈ എല്ലാ യാത്രകൾക്കും എല്ലാവിധ മംഗളാശംസകളും. താങ്ക് യു. പ്രളയാനന്തരം ഒരു ഗായകൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഫേമസ് ആണ്. അപ്പൊ നമ്മളതാ ഒരു ഗായകൻ കൂടി ഇവിടെ ഉണ്ട്. എന്താ അപ്പൊ ഇത് കരോക്കയിൽ തന്നെ പാടാം. നമ്മുടെ ഒരുപാട് വയസ്സ് പിന്നെ അദ്ദേഹത്തിന്റെ മിസ്സസ് ഉണ്ട്, നമ്മുടെ മാധ്യമം കൂടെ ഉണ്ട്. ഇവര് പോയി കഴിയുമ്പോ അടുത്തൊരു 5 പേര് ഉടനെ തന്നെ വരും കോലഞ്ചേരി വാളകം. അപ്പോ ചേച്ചിയുടെ നിർബന്ധമാണ് കേട്ടോ. അതെ താമസമെന്തേ വരുവാ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഹേമന്തയാമിനി തൻ പൊൻവിളക്കു പൊലിയാറായി മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി. അപ്പൊ നമ്മുടെ ഗായകൻ പൂച്ച മൂന്നല്ല പൂച്ച അതിന്റെ പൂണ്ടത്തിന്റെ സംഗതി. ओके ओके ये सब आपका हाँ मेरा स्टाफ सबका अच्छा अच्छा बेटी इला
तो सबको फोटो वीडियो बनाता है। हाँ वीडियो बनाते मैं बेटी हूँ। अच्छा